കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് കോഴിക്കോട് ബാലുശ്ശേരിയിൽ നിന്നും 28 വയസ്സുള്ള ഷഹല ഷെറിൻ എന്ന് പറയുന്ന യുവതിയും അവരുടെ 7 വയസ്സുകാരനായ മകൻ മുഹമ്മദ് ഐമനെയും കാണാതാവുന്നത്. അവരെ കാണാതായിട്ട് ദിവസങ്ങൾ പിന്നിടുന്നു. ഈ മാസം 16-ാം തീയതി രാവിലെ 11 മണിയോടുകൂടിയാണ് ഈ രണ്ടുപേരെയും വീട്ടിൽ നിന്നും കാണാതാവുന്നത്. 8 വർഷം മുമ്പായിരുന്നു ഈ യുവതിയുടെ കല്യാണമൊക്കെ നടന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഈ യുവതിയുടെ ഭർത്താവ് അദ്ദേഹം സൗദി അറേബ്യയിൽ ഒരു പ്രവാസിയായി ജോലി ചെയ്യുകയാണ്. അപ്പോൾ അദ്ദേഹം വിദേശത്തായിരുന്ന സമയത്താണ് വീട്ടിൽ നിന്ന് ഈ ഷഹലയും മകനെയും ഒക്കെ കാണാതാവുന്നത്. ഈ ഒരു സംഭവം നടക്കുന്ന സമയത്ത് വീട്ടിൽ അങ്ങനെ പ്രത്യേകിച്ച് തർക്കങ്ങളോ അല്ലെങ്കിൽ മറ്റ് അസ്വാഭാവിക സംഭവങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് കുടുംബം പറഞ്ഞു വയ്ക്കുന്നത്. കുടുംബത്തിനുള്ളിലോ ദാമ്പത്യ ജീവിതത്തിലോ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഭർത്താവും വ്യക്തമാക്കുന്നത്. ഭാര്യയും മകനെയും കാണാതായ വിവരമറിഞ്ഞ് പ്രവാസിയായ പാവം മനുഷ്യൻ കഴിഞ്ഞ ദിവസം നാട്ടിലെത്തിയിരുന്നു. തൻ്റെ ഭാര്യയും മകനെയും കാണാതായിട്ട് ഇത്രയും ദിവസങ്ങൾ പിന്നിടുന്നു, അതിനെക്കുറിച്ച് യാതൊരു വിവരവുമില്ല എന്ന് വളരെയധികം നിസ്സഹായനായി സങ്കടത്തോടുകൂടി മാധ്യമങ്ങളോട് സംസാരിക്കുന്ന ആ ഒരു മനുഷ്യനെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എൻ്റെ പേര് ജയ്സൽ. ഞാൻ കിനാലൂർ ഏഴുകണ്ടി സ്വദേശിയാണ്. ഞാൻ കഴിഞ്ഞ 2 വർഷമായിട്ട് സൗദിയിൽ ജോലി ചെയ്യാണ്. ഈ കഴിഞ്ഞ 16-ാം തീയതി കാലത്ത് 11 മണിക്ക് മുതൽ എൻ്റെ ഭാര്യയും കുട്ടിയും വീട്ടിൽ നിന്ന് കാണാതായിട്ടുണ്ട്. ഇന്നേക്ക് ഏതാണ്ട് 8 ദിവസത്തോളായി. ഇതുവരെ വിവരമൊന്നുമില്ല. അന്ന് തന്നെ മിസ്സിംഗ് കേസ് ഉണ്ടായ സമയത്ത് തന്നെ ബാലുശ്ശേരി പോലീസിലും അതുപോലെ തന്നെ വടകര DYSPന്റെ നേതൃത്വത്തിലൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട്. ഇതുവരെ വിവരമൊന്നുമില്ല. എത്രയും പെട്ടെന്ന് എൻ്റെ മകനെ കണ്ടുപിടിക്കാനുള്ളൊരു ഉദ്ദേശമാണ് എനിക്കിപ്പോൾ ഉള്ളത്. അതിന് പോലീസ് വേണ്ട രീതിയിൽ എന്നെ സഹായിക്കാനുള്ള വിശ്വാസം എനിക്കുണ്ട്. അതിൻ്റെ വേണ്ട കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്തിട്ട് എൻ്റെ മകൻ എവിടാന്നുള്ളത്, ഭാര്യ എവിടാന്നുള്ളത് കണ്ടുപിടിക്കാന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ ആവശ്യം. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇതിനെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 4 വർഷമായിട്ട് ഞാൻ പ്രവാസിയാണ്. അതിൻ്റെ മുന്നേ വിവാഹം കഴിഞ്ഞ് ഏകദേശം 8 വർഷത്തോളം ഞാളങ്ങ് ഒരുമിച്ച് ഇവിടെ താമസിച്ചൊക്കെയാണ്. അടുത്ത് തന്നെയായിരുന്നു. പിന്നെ കുറച്ച് സാമ്പത്തികവും വീടിൻ്റെ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടാണ് രണ്ടാമതും ഞാൻ വിദേശത്തേക്ക് പോയത്. ഇപ്പോൾ ഏകദേശം 2 വർഷമായിട്ട് ഞാൻ സൗദിയിൽ ജോലി ചെയ്യാണ്. ഈ മാസം 21-ാം തീയതി നാട്ടിൽ വരാനൊക്കെ ടിക്കറ്റും കാര്യമൊക്കെ എടുത്ത് നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു മിസ്സിംഗ് കേസ് വന്നത്. എനിക്കിപ്പം തന്നെ കാര്യമായിട്ട് എൻ്റെ മകനെ തിരിച്ചു കിട്ടുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പരമാവധി ശ്രമിക്കുന്നത്. പക്ഷേ എന്താണ് ഇതിൻ്റെ പുറകിൽ നടന്നത്, എന്തെങ്കിലും ദുരൂഹത ഉണ്ടോ അതൊന്നും എനിക്കറിയില്ല. ഞാൻ വീട്ടിൽ വിളിക്കുമ്പോഴോ മറ്റു കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഒന്നും അങ്ങനത്തെ ഒരു പ്രശ്നമോ കാര്യം എൻ്റെ വീട്ടിലില്ല. വളരെ സന്തോഷപൂർവ്വമാണ് കാര്യങ്ങളൊക്കെ നീങ്ങിപ്പോകുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ 2 വർഷമോ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പ്രവാസി ആയതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വീട്ടിലില്ല. പിന്നെ ഒരു സുപ്രഭാതത്തിൽ നാട്ടിലേക്ക് വരാമെന്ന് വിചാരിച്ച ഒരാൾ പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ കേൾക്കുമ്പോൾ മാനസികമായിട്ട് തകർന്നു പോകും. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാനുള്ളത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവർക്ക് എന്താണ് സംഭവിച്ചത്, എൻ്റെ മകനെ തിരിച്ചു കിട്ടാന്നുള്ളൊരു നടപടി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവണോ, അതിനൊരു പരിസമാപ്തിയിൽ എത്തണം എന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം. ഈ ഒരു സംഭവം നടന്ന ഉടൻ തന്നെ കുടുംബം ബാലുശ്ശേരി പോലീസിലൊക്കെ പരാതി നൽകിയിരുന്നു. എന്നാൽ കാണാതായി ഇത്രയും ദിവസങ്ങളായിട്ടും യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല. വീട്ടിൽ നിന്ന് 13 പവനോളം സ്വർണ്ണാഭരണങ്ങളും അതോടൊപ്പം ആവശ്യമായ വസ്ത്രങ്ങളും ഒക്കെ എടുത്ത ശേഷമാണ് യുവതി ഇറങ്ങിപ്പോയിട്ടുള്ളത് എന്നും ഈ യുവതിയുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ് കാണപ്പെടുന്നത് എന്നടക്കമുള്ള ചില വാർത്തകളുമൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിലെത്രത്തോളം സത്യാവസ്ഥ ഉണ്ടെന്നറിയില്ല. അതിനകത്ത് ആ സഹോദരൻ സംസാരിച്ചു വയ്ക്കുന്ന സമയത്ത് ഒരു കാര്യം പ്രത്യേകമായി എടുത്തു പറയേണ്ടതുണ്ട്. എൻ്റെ മകനെ എനിക്ക് എങ്ങനെയെങ്കിലും തിരിച്ചു കിട്ടിയാൽ മതി എന്നാണ്. ആ ഒരു വാക്കിൽ നിന്നും എന്തോ ഒരു പന്തികേടൊക്കെ തോന്നുന്നുണ്ട്. നോക്കി, ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ആളുകൾ സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റുമൊക്കെ ആ പെൺകുട്ടി ഒളിച്ചോടിയതാണ്, ആ പെൺകുട്ടി മറ്റൊരാളുടെ കൂടെ പോയിട്ടുണ്ടാകും എന്ന തരത്തിലൊക്കെയുള്ള ചില കമൻറ്റുകളും കുറിപ്പുകളും ഒക്കെ പങ്കുവെക്കുന്നത് കാണാൻ സാധിച്ചു. നോക്കൂ, ആ യുവതിക്കും ആ കുട്ടിക്കും എന്തു സംഭവിച്ചു എന്നുള്ളത് ആർക്കും വ്യക്തമായി അറിയില്ല. അത്തരമൊരു സാഹചര്യത്തിൽ നമ്മുടെ ഊഹാപോഹങ്ങൾക്കനുസരിച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഒട്ടും ശരിയായ ഒരു കാര്യമല്ല. എന്താണ് സംഭവിച്ചത് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആ യുവതിയെ കണ്ടെത്തേണ്ടതുണ്ട്. കണ്ടെത്തിയാൽ മാത്രമേ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കൂ. അതിനു മുമ്പേ ഒരാളെക്കുറിച്ച് ഇത്തരത്തിൽ വിധി എഴുതുന്നത് ഒരിക്കലും ശരിയായ ഒരു നടപടിയല്ല. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഭർത്താവുമായി പിണങ്ങിക്കഴിഞ്ഞിരുന്ന ഒരു മുസ്ലിം പെൺകുട്ടി ഒരു ആൺ സുഹൃത്തിൻ്റെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അപ്പോൾ അത്തരം സംഭവങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം ഒരു സാഹചര്യങ്ങളിൽ നിന്നാണ് ആളുകളൊക്കെ ഇങ്ങനെ പറയുന്നത്. പക്ഷേ എല്ലാവരും ഒരുപോലെ ആകണമെന്നില്ല. സത്യാവസ്ഥ അറിയുന്നതിന് മുമ്പേ ഒരാളെക്കുറിച്ച് ഇത്തരത്തിലൊക്കെ നമ്മൾ പറയുന്നത് അതൊരിക്കലും ശരിയായ ഒരു കാര്യമല്ല. നോക്കുക, ആ പെൺകുട്ടി അങ്ങനെയല്ല ഇനി അഥവാ പോയതെങ്കിൽ ഈ പറഞ്ഞു വെക്കുന്ന കാര്യങ്ങളൊക്കെ
അത് തിരിച്ചെടുക്കാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. കാരണം പറഞ്ഞ വാക്ക് നമുക്കൊരിക്കലും തിരിച്ചെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടി എത്രയും വേഗം കണ്ടെത്താൻ സാധിക്കട്ടെ. അതിൻ്റെ സത്യാവസ്ഥ എത്രയും വേഗം പുറത്തു വരട്ടെ. ഇതോടൊപ്പം ഡൽഹിയിൽ നടക്കുന്ന വിദ്യാർത്ഥികളുടെ ആ ഒരു പ്രതിഷേധവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കാര്യം കൂടി പറഞ്ഞു വയ്ക്കാം. നരേന്ദ്രമോദി സർക്കാർ ഭരണത്തിൽ കയറിയിട്ട് ഏകദേശം 12 വർഷമാകുന്നു. ഈ 12 വർഷ കാലയളവിൽ നമ്മൾ ഇതുവരെയും കാണാത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് നമ്മളെല്ലാവരും കഴിഞ്ഞ ദിവസം കണ്ടത്. കഴിഞ്ഞ ദിവസം രാത്രി 12-12:30 നരേന്ദ്രമോദി വിദ്യാർത്ഥികളുടെ ഈ ഒരു പ്രതിഷേധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ ഒരു വീഡിയോ പങ്കുവച്ചത്. ആലോചിക്കണം, പാതിരാത്രിയിലാണ് ഇത് ചെയ്യുന്നത്. ഇതുപോലെ ഇത്തരത്തിലുള്ള ഒരു നരേന്ദ്രമോദിയെ ഒരുപക്ഷെ നമ്മൾ ആരും ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടാവില്ല. ആ വീഡിയോയിൽ നരേന്ദ്രമോദിയുടെ ആ ഒരു മുഖത്ത് വിദ്യാർത്ഥികളുടെ ഈ ഒരു പ്രതിഷേധം എത്രമാത്രം ഭയം വരുത്തിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. പിന്നെ കുറേ പേരൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട് ഇത് ടെലിപ്രോംപ്റ്റർ ഉപയോഗിച്ചുകൊണ്ടൊക്കെ മോദി സംസാരിച്ചതാണ് എന്നൊക്കെയാണ്. എന്തായാലും പോട്ടെ. പക്ഷേ എന്നിരുന്നാൽ കൂടിയും ഇങ്ങനെ പാതിരാത്രിയിൽ ഈ വിദ്യാർത്ഥികളുടെ ഒരു പ്രതിഷേധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഇങ്ങനെ സംസാരിച്ചു വെക്കണമെന്നുണ്ടെങ്കിൽ പ്രധാനമന്ത്രിയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമുക്കറിയാം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വിഷയമെന്നല്ല ഒട്ടുമിക്ക വിഷയങ്ങളിലും വാർത്താമാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നുകൊണ്ട് രാജ്യത്തെ പ്രധാനമന്ത്രി സംസാരിച്ചിട്ട് വർഷങ്ങളായി. കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ പോലും നരേന്ദ്രമോദി പങ്കെടുത്തിരുന്നില്ല. ഇതിൽ നിന്നും ആ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം എത്രമാത്രം വിജയം കൈവരിച്ചിരിക്കുന്നു എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ആ ഒരു വീഡിയോയിലും നരേന്ദ്രമോദി പറയുന്നത് ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്രമക്കേടുകൾ നടത്തിയവർക്കെതിരെ കൃത്യമായ നടപടികൾ സ്വീകരിക്കും, അർഹമായ ശിക്ഷ വാങ്ങിക്കൊടുക്കും എന്നൊക്കെ തന്നെയാണ്. അതിനപ്പുറം ആ വിദ്യാർത്ഥികൾ മുന്നോട്ട് വയ്ക്കുന്ന ഇതിനെല്ലാം കാരണമായി മാറിയ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ്റെ ആ ഒരു രാജിയെക്കുറിച്ച് ഒരു കാര്യം പോലും നരേന്ദ്രമോദി അതിൽ സംസാരിക്കുന്നില്ല. ഈ CJPയെ 1ഉം 2ഉമല്ല 4 തവണയാണ് കേന്ദ്രം ചർച്ചയ്ക്ക് വിളിച്ചത്. മാത്രമല്ല എപ്പോൾ വേണമെങ്കിലും അവരുമായിട്ട് ആ CJPയുമായിട്ട് ചർച്ച ചെയ്യാൻ കേന്ദ്രം തയ്യാറാണെന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. സംഘികൾ ഇത്രയും കാലം പാറ്റകളെന്ന് പറഞ്ഞ് വിളിച്ച് കളിയാക്കിയ നിന്നെയൊക്കെ ഞങ്ങൾ അടിച്ചോടിക്കുമെന്ന് പറഞ്ഞ ആ വിദ്യാർത്ഥികളുടെ മുന്നിലേക്ക് കേന്ദ്രമന്ത്രിമാർ ചർച്ചയ്ക്ക് തയ്യാറാവുന്നുണ്ട് എങ്കിൽ അതാണ് ആ വിദ്യാർത്ഥികളുടെ ആ ഒരു പ്രതിഷേധത്തിൻ്റെ വിജയം. ഇപ്പോൾ തന്നെ ഇന്ത്യയിൽ നടക്കുന്ന ഈ ഒരു പ്രതിഷേധം കാരണം അന്താരാഷ്ട്ര തലത്തിൽ നരേന്ദ്രമോദിയുടെ പ്രതിച്ഛായയ്ക്ക് വരെ മങ്ങലേറ്റിട്ടുണ്ട് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ വിദ്യാർത്ഥികളുടെ കരുത്തെന്ന് പറയുന്നത്. ഈ വിദ്യാർത്ഥികളെ അടിച്ചോടിക്കാനും അവരെ തല്ലിച്ചതയ്ക്കാനും അവർക്ക് തീവ്രവാദ ബന്ധമുണ്ട് എന്ന് ആരോപിക്കുന്ന ഈ സംഘികൾ അവരുടെ മക്കളുടെ ഭാവിയെക്കുറിച്ച് അവന്മാർ എപ്പോഴെങ്കിലും ആലോചിക്കാറുണ്ടോ? ഇവന്മാർക്ക് മക്കളുള്ളതല്ലേ? ആ മക്കളും പഠിച്ച് നാളെ നല്ല നിലയിലൊക്കെ എത്തണമെന്ന് ആഗ്രഹിക്കുന്നവന്മാരല്ലേ? അവന്മാരുടെ ആ മക്കൾക്കും വേണ്ടിയിട്ടാണ് ആ തെരുവിൽ കിടന്ന പാവപ്പെട്ട വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ പ്രതിഷേധിക്കുന്നതും അതിൻ്റെ ഭാഗമായി പോലീസിൻ്റെ ക്രൂരമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നതും. നീയൊക്കെയോ പഠിച്ചിട്ടില്ല, പഠിക്കേണ്ട സമയം ശാഖയിൽ പോയി സമയം കളഞ്ഞു. നിൻ്റെയൊക്കെ മക്കൾക്കെങ്കിലും നല്ല വിദ്യാഭ്യാസവും അറിവും നേടിക്കൊടുക്ക്. അവർക്കും നല്ലത് തിരിച്ചറിയാൻ സാധിക്കട്ടെ.